ഒരു മലയാളം സിനിമ അങ്ങനെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മഹാറാണി എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ റോഷൻ മാത്യൂസ്, അതേപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ, ജോണി ആന്റണി, ബാലു വർഗീസ് ഒക്കെ അഭിനയിച്ച പടമാണ്. 2023 എന്തോണ് ഈ പടം തിയേറ്റർ റിലീസ് ചെയ്ത് ഇപ്പൊ അങ്ങനെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ റോഷൻ മാത്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. കാരണം ആള് ക്വാളിറ്റി പടങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ബോളിവുഡിൽ വരെ പോയിട്ട് ക്വാളിറ്റി പടം ചെയ്യുന്ന ആളാണ്. ഇവിടെ എന്തിനാണ് ഈ ചവർ വെറുക്കാൻ നടക്കുന്നവർക്ക് പോലും വേണ്ടാത്തൊരു ചവറിൽ കയറി അഭിനയിച്ചെന്ന് അറിയില്ല. ഒരു വെറുപ്പിക്കുന്ന പടം പറയാം. മഹാറാണി എന്ന് പറയാം, മഹാദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം. അജാതി ഒരു സിനിമയാണ്. പക്ഷെ കുറച്ച് ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ആദ്യം എടുത്തു പറയേണ്ടത് ഷൈൻ ടോം ചാക്കോന്റെ കാര്യമാണ്. സോ എനിക്ക് തോന്നുന്നു ഷൈൻ ടോം ചാക്കോന്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞു, നിനക്ക് ഡയലോഗും കാര്യങ്ങളൊന്നും ഇല്ല, നീ ഇന്റർവ്യൂവിൽ കാണിക്കണം, പല കോമാളിത്തരവും കാണിക്കണം, പക്ഷെ നാട്ടുകാർക്കൊന്നും മനസ്സിലാവാൻ പാടില്ല. ഈ ഇടയ്ക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നാൻസി റാണി സിനിമയിൽ അഹാന ലെനയുടെ അടുത്ത് പോയിട്ട് എന്തോ ഒരു സാധനം മറ്റ് കൺഗ്രാറ്റ്സ് പറയുന്നില്ലേ, അതേ അവസ്ഥയായിരുന്നു ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഷൈൻ ടോം ചാക്കോന്റെ പെർഫോമൻസ്. വെറുപ്പിക്കുക, ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഈ സബ് ടൈറ്റിൽ ഉള്ളതുകൊണ്ട് എന്താ പറയുന്ന കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടി. നമ്മുടെ ജോണി ആന്റണിയുടെ 2 മക്കളാണ് ഇതിൽ, ഷൈൻ ടോം ചാക്കോയും റോഷൻ മാത്യൂസും. റോഷൻ എന്ന് വെച്ചാൽ കാട്ടുകോഴിയാണ് ഈ സിനിമയിൽ. എല്ലാ പഞ്ചായത്തിലും ആൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അങ്ങനെ ചെയ്യുന്നവർക്ക് ഏതെങ്കിലും ഒരു മൊമെന്റിൽ പണി കിട്ടുമല്ലോ, അത് അങ്ങേർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് എന്തൊക്കെ തെരുവ് നാടകവും കോപ്രായൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഭയങ്കര വെറുപ്പായിരുന്നു ഈ സിനിമ കാണാൻ. പിന്നെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ വന്നപ്പോ കണ്ടിരുന്നു. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഒരു പെങ്കൊച്ചിനെ കാണാനില്ലെങ്കിൽ ആദ്യം എവിടെ പോയിട്ട് കേസ് കൊടുക്കുക? പോലീസ് സ്റ്റേഷനിൽ പോയിട്ടല്ലേ കംപ്ലൈന്റ് ചെയ്യുക? ഇതിൽ നേരെ തിരിച്ചാണ്. ഏതോ ഒരു ഗ്രാമത്തിലോട്ട് വരുന്നു, എന്നിട്ട് അവിടെ ഒരു പരിചയമില്ലാത്ത പാർട്ടിക്കാരെടുത്ത് പോയിട്ട് കേസ് കൊടുക്കുന്നു. പിന്നെ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയി പറയുന്നുണ്ട്. തട്ടിക്കൊണ്ട് പോയിട്ട് ഇവൻ ആ കൊച്ച് ഫോൺ ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും മുമ്പിൽ വെച്ചിട്ട്. എന്നാൽ ആ കൊച്ചിനെ തപ്പിയിട്ട് പോവാതെ ഇവരിവിടെ കിടന്ന് കഥാപ്രസവവും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജോണി ആന്റണിയുടെ ക്യാരക്ടർ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അത്യാവശ്യം രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി ത്രൂ ഔട്ട് ദ പടം വെറുപ്പിക്കലാണ്. ഇതിൽ ഏത് നേരം ചാണി വിളിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. നമ്മുടെ സാറ്റർഡേ നൈറ്റിൽ അജു വർഗീസ് ഒക്കെ അഭിനയിച്ചിട്ട് അതേപോലത്തെ ഒരു ക്യാരക്ടർ വൻ വെറുപ്പിക്കലായിരുന്നു. ഏകദേശം 2 മണിക്കൂർ 15 മിനിറ്റ് എന്തോ ഉണ്ട് സിനിമ. ഒരു സമയമൊക്കെ പോവാതിരിക്കാനൊക്കെ ചുമ്മാ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു പടമേ പറയാനുള്ളൂ. അല്ലാതെ ഗംഭീരം ചിരിച്ച് മണ്ണ് കപ്പും അങ്ങനെയൊന്നും പറയാനില്ല. ഒരു മഹാദുരന്തമായൊരു സിനിമ. റോഷൻ മാത്യൂസ് ഇങ്ങനെ ചതിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല. ഷൈൻ ടോം ചാക്കോന്റെ പിന്നെ ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്റ്റിൽ സമയം ഉണ്ടവർക്ക് കണ്ടു നോക്കുക. ചിലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും, ചിലവർക്ക് ഒട്ടും വർക്കാവില്ല. എനിക്ക് വൻ വെറുപ്പീര് പടമായിട്ട് തോന്നി. സോ ട്രൈ ഇറ്റ് ഔട്ട്. മനോരമ മാക്സിൽ അവൈലബിൾ.